ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിറോസ് ഒരു ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇത് കണക്ക് സജിനയും അതോടെ തന്നെ റസൂൽ പൂക്കുറ്റിയും സംസാരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത് കണക്ക് കുട്ടികളുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സജിനയുടെ ഒരു ഇൻ്റർവ്യൂ വെളി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, സജിന എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ ഏതോ ഒരു കുടുംബം നശിപ്പിച്ച കണക്കുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. യഥാർത്ഥത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ സംഭവം അറിയാതാണ് ഇതേകണത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അറിയാതാണോ ഇതേകണത്തുള്ള റിലേഷൻ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒന്നുമില്ല. ഇപ്പോൾ സ്നേഹിക്കുന്നതൊക്കെ നോർമലായുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഏതൊരു കുടുംബത്തെ നശിപ്പിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഓഡിയോയിൽ വന്നിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ 2 വട്ടം കുട്ടികളുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഉണ്ടെങ്കിൽ അവർ തന്നെ അബോഷനാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടി ഉണ്ടായത് അത് തന്നെ ഉണ്ടെങ്കിൽ അബോട്ടായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. സോ അതിനെ തുടർന്നുള്ള സംസാരങ്ങളും കാര്യങ്ങളുമായിരുന്നു ഓഡിയോയിലുണ്ടായിരുന്നു. ഇത് വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ സജിനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ സജിന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ.